ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരുപാട് തലങ്ങളിൽ നിന്ന്, ഒരുപാട് കേന്ദ്രങ്ങളിൽ നിന്ന് ഈ സമരത്തിന് വലിയ പിന്തുണകൾ വന്നിട്ടുണ്ട്. സെലിബ്രിറ്റികളുടെ പിന്തുണ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ നിരവധി ആളുകൾ ഇങ്ങനെ അകമഴിഞ്ഞുള്ള പിന്തുണ സമർപ്പിക്കുന്നുണ്ട്. ആ പിന്തുണച്ചവരോടൊക്കെ സംഘപരിവാർ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുന്നു, അവരുടെ കോലം കാത്തിക്കുന്ന പരിപാടികളൊക്കെ ഒരു ഭാഗത്ത് വേറെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഡിപ്ലോമാറ്റിക്കായിട്ട് ഈ സമരത്തെ, ഈ സംഭവത്തെ സമീപിക്കുന്ന ചിലരെയും നമ്മൾ കാണുന്നത്. അതായത് ഇതിനിടയിൽ നല്ല വെള്ള ചമയാനുള്ള ചില നീക്കങ്ങൾ. പേളിമാണിയുടെ പോസ്റ്റിനെ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ ആ രീതിയിലാണ് വിമർശിക്കപ്പെടുന്നത്. ഒരു സൽപ്പേര് നാരായണൻകുട്ടിയാകാനുള്ള ശ്രമമാണോ പേളിമാണി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പേളിമാണി കുട്ടികൾ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടരുത്, അല്ലെങ്കിൽ അവർ വല്ലാതെ വിഷമിക്കരുത്, അവർ ക്ഷീണിക്കരുത്, അവർ എന്താ പറയുക, സമരത്തും കൊണ്ട് വെയിൽ കൊള്ളരുത് എന്നൊക്കെ പറയുകയും അതോടൊപ്പം സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ സമരത്തെ താഴ്ത്തിക്കെട്ടുന്ന രൂപത്തിലേക്ക് ആ പോസ്റ്റിനെ വായിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനെതിരെ വലിയ കലാപം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉയർന്നിരിക്കുകയാണ്. വലിയ വിമർശനങ്ങൾ കമൻറ്റുകളായി ആ പോസ്റ്റിന് താഴെ വന്നു. പക്ഷേ ആ കമൻറ്റുകളൊന്നും ഇപ്പോൾ കാണാനില്ല. പേളിമാണി തന്നെ ആ കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു, കമൻറ്റ് ബോക്സ് ഓഫാക്കുന്നു. പക്ഷേ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ, ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലാത്തവരും നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പേളിമാണിയുടെ പോസ്റ്റ് മാത്രം ഒരു വലിയ വിഷയമായി മാറുന്നു. അത് പേളിമാണി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളത് കൊണ്ടല്ല, അങ്ങനെ സെലിബ്രിറ്റികൾ അങ്ങനെ ചമയാൻ നോക്കുമ്പോൾ അതിനെതിരെയുള്ള രോഷമാണ് ഈ വിദ്യാർത്ഥികളൊക്കെ പ്രകടിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അജിംസ്, ഇത് ഈ ഒരു വിഷയം ശ്രദ്ധിച്ചിട്ട് എന്താണ് തോന്നുന്നത്? അതായത് ഈ സമരത്തിന് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോളിവുഡ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പോരുന്നത് കരീന കപൂർ, എനിക്ക് ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. കുറേ പേര് മിണ്ടായിരിക്കുന്നുണ്ട്. സൽമാൻ ഖാനൊക്കെ അതിനൊരു ഉദാഹരണമാണ്, മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെലിബ്രിറ്റികളിൽ രണ്ട് തരം ആൾക്കാരുണ്ട്. കുറേ പേര് ഇത് കോൾ ഔട്ട് ചെയ്യുന്നു, കുറേ പേര് മിണ്ടാതിരിക്കുന്നു. സത്യമാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സെലിബ്രിറ്റികളെ കൊണ്ട് ഈ സമരത്തിന് എതിരായി സംസാരിപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത്തരം ഇൻഫ്ലുവൻസർമാർക്ക് ഒരു കമ്പനി, ഒരു സോഷ്യൽ മീഡിയ കമ്പനി അയച്ച ഇമെയിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു കണ്ടൻറ്റിന് 30,000 രൂപ മറ്റാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഒരു റീൽ ഇട്ടാൽ മതി, സമരത്തിനെതിരെ പറഞ്ഞാൽ, അങ്ങനെ പ്രത്യക്ഷത്തിലെതിരായിട്ട് പറയണ്ട, ഇപ്പോൾ പേളിമാണി പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. 30,000 രൂപ മുതൽ അങ്ങനെ ഓഫറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു റീലിന് 30,000 രൂപ ഒന്നും വലിയ ചിലവൊന്നുമില്ലല്ലോ. അതുപോലെ 10 ഇടാൻ തയ്യാറായിരിക്കും ഇവരൊക്കെ, ചില ആളുകളെങ്കിലും. അപ്പോൾ അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇൻസ്റ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ആ പ്രചാരണം നടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ സെലിബ്രിറ്റികളെ സംബന്ധിച്ച്, ഞാൻ ഇൻഫ്ലുവൻസർമാരെയല്ല പറയുന്നത്, സെലിബ്രിറ്റികളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വേട്ടയാടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഏറ്റവും നല്ല ഉദാഹരണം പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് ഇപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് ഒന്നും മിണ്ടിയിട്ടില്ല അതിനെപ്പറ്റി, പക്ഷേ എപ്പോഴും പൃഥ്വിരാജിനെ തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണ് മിത്രങ്ങൾ. അല്ല, ആരോടോ പറഞ്ഞല്ലോ, വിസ്മയോട് പറഞ്ഞല്ലോ, രാപ്പൻ്റെ ഗതി ഉണ്ടാവും കേട്ടോ. അത് മേജർ രവി. അപ്പോൾ അവരെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഫാൻഡം ഉണ്ടല്ലോ, അവരുടെ ആരാധകരിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് പലരും വാതുറക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി 2 പേര് കുറിച്ചിട്ടിരുന്നു. അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട്, സംസാരിക്കാത്ത ആളുകളുണ്ട്. ഈ പേളിമാണിയെ സംബന്ധിച്ച്, പേളിമാണിയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടന്ന ഓർമ്മയുണ്ട് നൗഫൽ. 2 വർഷം മുമ്പാണ് പേളിമാണി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല ഇൻഫ്ലുവൻസർമാരുടെയും, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ വീടുകളിൽ റെയ്ഡ് നടന്നിരുന്നു. അപ്പോൾ ആ റെയ്ഡിന് അടിസ്ഥാനപരമായിട്ട് എന്താണ് യൂട്യൂബ് വരുമാനത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ട്. അതിനുള്ള നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ള നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഏതെങ്കിലും കാലത്ത്, ഇപ്പോൾ ഈ പറയുന്ന ഐ ടി റെയ്ഡ് നടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും കാലത്ത് പേളിമാണി രാഷ്ട്രീയമായ കാര്യങ്ങൾ അഭിപ്രായം പറയാറില്ല. ഞാൻ പേളിമാണി ഫോളോ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എല്ലാവരും കാണുന്നുണ്ട്, അവരുടെ ഇൻ്റർവ്യൂ കാണാറുണ്ടെങ്കിൽ ഞാൻ കാണാറില്ല, എനിക്കത് എൻ്റർടൈനിങ് ആയിട്ട് തോന്നാറില്ല. അപ്പോൾ അതിനു മുമ്പ് അവരൊരിക്കലും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇന്ന് അവർ പറയുന്നത് എന്താണ്? കാവ്യാണ് എൻ്റെ ഇഷ്ടം നിറം. അതിപ്പോൾ പറയേണ്ട കാര്യം എന്താണ്? കാവ്യാണ് എൻ്റെ ഇഷ്ടം നിറം ഇപ്പോൾ പറയാൻ കാര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം, അന്നത്തെ ഐ ടി റെയ്ഡിൻ്റെ തുടർന്നുണ്ടാകുന്ന വിചാരിക്കുന്നതായിരിക്കും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ. അപ്പോൾ അത് തന്നെയാണ് കാര്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഈ പല മഹാനടന്മാരും മുക്കിയും മൂളിയും ഒക്കെ 2 വാക്ക് പറയുമ്പോൾ സ്ഥിരമായി ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷബാന ആസ്മി മമ്മൂട്ടിയേക്കാൾ കൂടുതൽ നാഷണൽ അവാർഡ് നേടിയിട്ടുള്ള ആളാണ്. മമ്മൂട്ടി 4 അവാർഡ് കിട്ടുള്ള, അവർക്ക് 5 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവർ ഏതെങ്കിലും കാലത്ത് ഭരണകൂടത്തെ വിമർശിക്കുന്നതിൽ എന്തെങ്കിലും
പിശുക്ക് കാണിച്ചിട്ടില്ല. ഇനി എനിക്ക് അവാർഡ് കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവർ നിർണായകമായ രാഷ്ട്രീയ സന്ദർഭങ്ങളില്ല. അല്ലാതെ അവർ BJPക്കെതിരെ മാത്രമല്ല. ഷബാന ആസ്മി ഏറ്റവും ക്രിട്ടിക്കലായിരുന്നു കോൺഗ്രസിനെതിരെയാണ്. UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ അതിനിശ്ചിതമായി മൻമോഹൻ സിംഗിനെ ആ സർക്കാരിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. അവരൊരിക്കലും അവർ വാമൂടിക്കിട്ടിട്ടില്ല. നസറുദ്ദീൻ ഷാ അവർക്കൊരിക്കലും അത്തരം വിമുഖതകൾ ഉണ്ടായിട്ടില്ല വിമർശിക്കാൻ. അപ്പോൾ ഇതൊരു ധാർമ്മികമായ ചോദ്യം കൂടിയാണ്. പിന്നെ എല്ലാ സെലിബ്രിറ്റികളും രാവിലെ പ്രൊട്ടസ്റ്റിന് ദീപിക പതുക്കോണല്ലോ. ദീപിക പതുക്കോൺ ആലോചിച്ചു. സ്റ്റാർഡത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന സമയത്ത് അവർ പ്രത്യേക ഷോപ്പ് ചെയ്യുകയാണ്. അവിടെ വന്നിട്ട് അതിന് സപ്പോർട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ പേരിൽ അവരെത്ര ആക്രമിക്കപ്പെട്ടു. പഠാനൊക്കെ ഇറങ്ങിയപ്പോൾ അവരെ എമ്മാതിരി ചീത്ത വിളിച്ചു. അവർ ബിക്കിനിയുടെ കളർ കാവ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ചീത്ത വിളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിക്കൊണ്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുക എന്നുള്ള ചെറിയ പണിയല്ല. ഒരു സാധാരണക്കാരൻ നമ്മളൊക്കെ ചെയ്യുന്ന പോലെയോ അല്ല ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ച്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, മൗനം പാലിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒറ്റുകൊടുക്കുക, ഒരു പോപ്പുലർ കോസിന് ഒറ്റുകൊടുക്കുക എന്നുള്ളത് അത് എന്ത് കാര്യത്തിൻ്റെ വേണ്ടിയാണെങ്കിലും, IT റെയ്ഡ് പേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ED റെയ്ഡ് പേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസർമാർക്ക് വാഗ്ദാനം ചെയ്യുന്ന തുക കണ്ടിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞത് അധാർമികമാണ്. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെയും. അതിൻ്റെ തിരിച്ചടികളാണ് ഓൺലൈനിൽ അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ കമൻറ്റ് ബോക്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ പേര് ഇങ്ങനെ പുറത്തു വരാനുണ്ട്. ഈ സമരം നീളും തോറും കുറേ അധികം മുഖങ്ങൾ നമുക്കിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് വളരെ രാഷ്ട്രീയവാദികളാണ് എന്ന് നമ്മളൊക്കെ ധരിച്ചിരുന്ന പല ആളുകളും രാഷ്ട്രീയമായ എന്താ പറയുക, വളരെ അവരുടെ രാഷ്ട്രീയം തുറന്നു കാണിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടോ? ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മളീ പറയുന്ന ഈ സോക്കോൾഡ് സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, അവരുടെ കൂടെ ഓഡിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കും എന്നുള്ള അത് അവരുടെ ഒരു സർവൈവലിൻ്റെ ഒരു കൂടെ പ്രശ്നമാണ്. ആരുടെ സർവൈവലിൻ്റെ? ഈ സെലിബ്രിറ്റീസിൻ്റെ. കാരണം അവരുടെ ഇമ്മീഡിയറ്റ് ഓഡിയൻസ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ്, ഒരു പോപ്പുലേഷനാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട താരം, പ്രിയപ്പെട്ട സെലിബ്രിറ്റി, അല്ലെ പ്രിയപ്പെട്ട നടൻ, പ്രിയപ്പെട്ട കളിക്കാരൻ ഒന്നും മിണ്ടുന്നില്ലേ എന്ന ചോദ്യം അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനോട് അവർക്ക് റെസ്പോണ്ട് ചെയ്യണം. അപ്പം അവിടെയാണ് ഒരു പ്രശ്നത്തിൽ പെടുക, കൺഫ്യൂസിങ് സ്റ്റേജിൽ പെടുകയാണ്. ഇത് സപ്പോർട്ട് ചെയ്താൽ അപ്പുറത്ത് പ്രശ്നമാകുമോ, സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഒരു ഫാൻ ബേസ് പോവോ എന്ന് പറയുന്നൊരു കൺഫ്യൂഷനിൽ അവർ പെട്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില സൽപ്പേര് നാരായണൻകുട്ടിമാർ ഓഫിൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പോസ്റ്റ് വായിച്ചില്ലേ, അതിലും മികച്ചൊരു സൽപ്പേര് നാരായണൻകുട്ടി. ഞാനത് 3 പ്രാവശ്യം വായിച്ചു നോക്കി, എനിക്ക് മനസ്സിലായില്ല എന്താണ് മാഷ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പം സച്ചിൻ ഇപ്പോഴും MP ആണോ? കാലാവധി കഴിഞ്ഞു. അപ്പോൾ സച്ചിനെ പോലെ ഒരാൾക്ക് ഇതിനോട് റെസ്പോണ്ട് ചെയ്തിരിക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഭരണകൂടത്തോട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകും, കാരണം അദ്ദേഹത്തിന് MP ഒക്കെ ആക്കിയാണ്. പക്ഷേ ഭരണകൂടത്തോട് ചേർന്ന് എന്ന് പ്രത്യക്ഷത്തിൽ വരുന്നത് പ്രശ്നമാണ്. കുട്ടികൾക്കെതിരെ നിന്ന് വരുന്നതും പ്രശ്നമാണ്. ഞാനിവിടെ ഇല്ല എന്ന് വരുന്നതും പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു ഭയങ്കരമായൊരു കൺഫ്യൂഷൻ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നിലക്ക് അവർ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുകയാണ്. ചിലത് ശരിയാവുന്നു, ചിലത് ശരിയാവുന്നില്ല. പേളിമാണിയുടെ ശരിയായില്ല. അപ്പോൾ അത് സച്ചിൻ്റെത് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് വല്ലാതെ തെറി വന്നിട്ടില്ല. എന്നാലും ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ പ്രക്ഷോഭത്തിൻ്റെ വിജയമാണത്. കാരണം ഇതേക്കുറിച്ച് മിണ്ടാതിരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നൊരവസ്ഥ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഈ സെലിബ്രിറ്റികളുടെ വരാന്തകളിലെല്ലാം അത് അലയടിക്കുന്നുണ്ട്. ഇനിയും കാത്ത് ഈ മട്ടിലുള്ള തമാശകൾ അടുത്ത ദിവസങ്ങളിൽ കുറച്ചും കൂടെ നമുക്ക് കാണാൻ പറ്റും. അല്ല, ഏറ്റവും മോശമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിബി മലയിലിൻ്റെ മകൻ ഒരു പോസ്റ്റ് ഇട്ടു, ഇതിനോട് റിയാക്ട് ചെയ്തു. ഇപ്പോൾ സിബി മലയിലാണ് എന്ന് കരുതി ഇവർ സിബി മലയിനെ ചീത്ത വിളിച്ചുകൊണ്ടൊരു സ്റ്റോറി ഇടുന്നു. എന്താണ്, പരാജയപ്പെട്ടു പോയൊരു സിനിമാക്കാരൻ എനിക്കെതിരെ 10 പേജ് എഴുതുന്നുണ്ടോ, തിരക്കഥ എഴുതുന്നുണ്ടോ പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്നാലോചിച്ചോ, സിബി മലയിലും പേളിമാണിയും താരതമ്യം ചെയ്താൽ സിബി മലയിൻ്റെ തട്ട് താണിരിക്കും. സിബി മലയിൽ ആരാണെന്നറിയാതെയാണല്ലോ പേളിമാണി അങ്ങനെ പറയുന്നത്. പരാജയപ്പെട്ടു പോയ സിനിമ. അയ്യോ, സിബി മലയിൽ ഇപ്പോൾ സിനിമ എടുക്കുന്നുണ്ടാവില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഇപ്പോഴത്തെ സിനിമാ ഭാവുകത്വത്തിനോടൊപ്പം പോകാൻ കഴിയില്ല. പക്ഷേ ലോഹിദാസ് ഉള്ളപ്പോഴാണ് അദ്ദേഹം എടുത്തു വെച്ച സിനിമകൾ പേളിമാണി കണ്ടിട്ടുണ്ടോ? പേളിമാണിക്ക് അങ്ങനത്തെ ഒന്ന് എഴുതാൻ പറ്റുമോ? വലിയൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ സിബി മലയുടെ പരാജയപ്പെട്ടു പോയ സിനിമകൾ പോലും ഒന്ന് ആലോചിച്ചു. ദേവദൂതൻ സിബി മലയുടെ സിനിമയാണ്. ദേവദൂതൻ അത് റിലീസ് ചെയ്ത ആളുകൾ ഇപ്പോഴും, അത് അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ ഇപ്പോൾ അത് ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര അഹങ്കാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സമരം അവിടെ തുടരുകയാണ്.